ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഗ്യാബീസ് വേളിലേക്ക് സ്വാഗതം. ഞാൻ പാക്സി തോമസ്. ഇന്നത്തെ വീഡിയോ മിനി പെറ്റൂനിയ മില്യൺ ബെൽസ് എന്ന ചെടിയുടെ സെൽ വീഡിയോ ആണ്. ഇതാണ് മില്യൺ ബെൽസ് മിനി പെറ്റൂനിയ. നിറച്ച് പൂക്കളുണ്ടാവുന്ന ചെടിയാണ്. ഇത് പെറ്റൂനിയ ഫ്ലവറിൻ്റെ തന്നെ ചെറിയതുണ്ട്. പെറ്റൂനിയ ഫ്ലവർ കണ്ട, പെറ്റൂനിയുടെ ഫ്ലവർ കണ്ട, അതിൻ്റെ അതേപോലെ തന്നെ ചെറിയ ഫ്ലവറാണ് മില്യൺ ബെൽസിൻ്റെ. ഇത് നമ്മുടെ പെറ്റൂനിയ ഫ്ലവറാണ്. ഇതിൻ്റെ ഒരു 2 ആഴ്ചക്കുള്ളിൽ സെയിൽ വീഡിയോ ഇറങ്ങുന്നതാണ്. ഇതിൻ്റെ തൈകൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതുണ്ട് ലാവണ്ടർ, വൈറ്റ്, റെഡ് പെറ്റൂനിയ, പിന്നെ പിങ്ക്. ഇതിൻ്റെയൊക്കെ തൈകൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 2 ആഴ്ചക്കുള്ളിൽ നമുക്ക് സെയിൽ വീഡിയോ ഉണ്ടാവട്ടെ ഇതിൻ്റെ. കൂടാതെ മൾട്ടിപ്പെറ്റൽ പെറ്റൂനിയുടെയും തൈ റെഡി ആകുന്നുണ്ട്. അതിൻ്റെയും വൈകാതെ ഉണ്ടാവും സെയിൽ വീഡിയോ. ഇപ്പം ഈ ഒരു കളറാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് കണ്ട, നാടൻ പെറ്റൂനിയുടെ പോലെ തന്നെയുള്ള ചെറിയ ഫ്ലവറാണ് മിനി പെറ്റൂനിയത്, മില്യൺ ബെൽസ് മിനി പെറ്റൂനിയുടെ ഫ്ലവർ. അതുപോലെ തന്നെ ചെറിയ ലീഫും ചെറുത്, പക്ഷെ നിറച്ച് പൂക്കളാണ്. നിറയെന്ന് വെച്ചാൽ നിറയെ പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. പെറ്റൂനിയുടെ തണ്ടെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സെൻസിറ്റീവാണ്. അതേസമയം ഇതിൻ്റെ അങ്ങനെയല്ല. വേണ്ട, കുറച്ചും കൂടി നല്ല ബലമുള്ള തണ്ടാണ്. എങ്കിലും നമ്മൾ ഇതിനെ അധികം കെയറിങ് പറയുകയാണെങ്കിൽ നല്ല പെട്ടെന്ന് വെള്ളം വാർന്നു പോണ പോട്ടി മിക്സ് ആയിരിക്കണം. നല്ല ഡ്രെയിനേജുകളുള്ള പോട്ട് തിരഞ്ഞെടുക്കണം. അതായത് പെട്ടെന്ന് വെള്ളം വാർന്നു പോകുന്ന പോട്ടി മിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ മണ്ണിനോടൊപ്പം ചകിരിച്ചോറ് ചേർക്കേണ്ടതില്ല. ചരല്, അതല്ലെങ്കിൽ ഉമി, അങ്ങനെയുള്ള പോട്ടി മിക്സ് വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് പോകണം. അങ്ങനെയുള്ള പോട്ടി മിക്സ് ഒക്കെ തിരഞ്ഞെടുത്താൽ ഈ ചെടി നന്നായി വളരും. ചീത്തയാവാതെ കേടാവാതെ നല്ല നിറഞ്ഞ് പൂവിട്ട് നിൽക്കും. നിറയെ പൂക്കളാണ് ഇതിൻ്റെ പ്രത്യേകത. നല്ല ഭംഗിയുള്ള കുഞ്ഞു നിറയെ പൂക്കൾ, കുഞ്ഞിലയും. പിന്നെ ഇതിന് ചെറിയ സ്റ്റെമ്പ് കുത്തി നമുക്ക് ചെറിയ കട്ടിങ്സ് എടുത്ത് ഇതിന് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാൻ സാധിക്കും. ചെറിയ ഇത്രയുള്ള കമ്പ് കട്ട് ചെയ്തെടുത്ത് നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാം. പിന്നെ ഈ പ്ലാന്റ് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതനുസരിച്ചാണ് കൂടുതൽ ബുഷിയായിട്ട് വരുന്നത്. ഇത് കണ്ട്, ഇത് ഞാൻ 1 മാസം മുന്നേ നട്ട പ്ലാന്റ് ആണ് ഇത് കണ്ട. പ്രൂൺ ചെയ്ത് കൊടുത്തപ്പോഴേക്കും നിറച്ച് ശിഖരങ്ങൾ വന്ന് പൂക്കൾ. ഇപ്പം ഇതൊക്കെ കണ്ട, കുറേ നമുക്കന്നത് പ്രൂൺ ചെയ്ത് കൊടുക്കാൻ തോന്നില്ല. എപ്പോഴും ഇതിൽ നിറച്ച് പൂക്കളായിരിക്കും. നമുക്ക് ആകും പ്രൂൺ ചെയ്ത് കൊടുക്കാൻ പൂവെള്ളം കൊണ്ട്. എങ്കിലും പ്രൂൺ ചെയ്ത് കൊടുത്താലാണ് കുറേ അധികം ശിഖരങ്ങൾ വരികയും നിറച്ച് പൂവുണ്ടാവുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ചെടി ചീത്തയാവാതിരിക്കാനായിട്ട് വെള്ളം കെട്ടി നിൽക്കരുത്. ആ പോട്ടി മിക്സ് എടുക്കുമ്പോൾ വെള്ളം ഒട്ടും കെട്ടി നിൽക്കാത്ത പോട്ടി മിക്സ് എടുക്കണം. വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ അത് വാർന്നു പോകണം. പിന്നെ അത്യാവശ്യം നല്ല സൺലൈറ്റ് ആവശ്യമുള്ള ചെടിയാണ്. നല്ല സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് തന്നെയാണ് ഇത് വെക്കേണ്ടത്. ഇതിപ്പോൾ നമ്മളുടെ കയ്യിൽ ഇത് 4 കളർ അവൈലബിൾ ആണ്. ഓറഞ്ച് കളറ്, ഈ ഒരു വയലറ്റ് കളർ അവൈലബിൾ ആണ്. പിന്നെ പിങ്ക്, പിന്നെ റെഡ്. ഈ 4 കളറാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ചെടിയിൽ നിറച്ച് പൂക്കളുണ്ട്. അതുകൊണ്ട് കുറേ പൂക്കളൊക്കെ ഉണങ്ങിയിപ്പുണ്ട്. ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ചെനപ്പൊക്കെ വരുന്നത്. എന്നാൽ പ്രൂൺ ചെയ്യാൻ തോന്നിയില്ല. നിറച്ച് ഓരോ ഇതിലും പൂക്കളും മുട്ടുകളും ഒക്കെ ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ ചെടി നമുക്ക് ഇങ്ങനത്തെ ഒരു പോട്ടിലും സെറ്റ് ചെയ്യാം, ഹാങ്ങിങ് ആയിട്ടും സെറ്റ് ചെയ്യാം. ഹാങ്ങിങ് ബോട്ടിൽ സെറ്റ് ചെയ്തേക്കുന്നുണ്ട്. ഇത് ഒരു മാസം മുന്നേ നട്ട ചെടിയാണ് കേട്ടോ. ഹാങ്ങിങ് ബോട്ടിൽ സെറ്റ് ചെയ്തേക്കുന്നുണ്ട്. നിറച്ച് പൂത്തുണ്ട്, നിറയെ പൂക്കൾ ഉണ്ടായതാണ്. ഇതൊക്കെ പ്രൂൺ ചെയ്യാൻ സമയമായി. പ്രൂൺ ചെയ്ത് കൊടുത്താലാണ് ഇനിയും കൂടുതലായിട്ട് വരുന്നത്. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് തന്നെയാണ് ഇത് ഇടേണ്ടത് കേട്ടോ. പിന്നെ വളമായിട്ട് നമുക്ക് ചാണകപ്പൊടി കൊടുത്താൽ മതി. ചെറിയ ചാണകപ്പൊടി, എല്ലുപൊടിയൊക്കെ കുറച്ച്, അധികം കൊടുക്കണ്ട, കുറച്ച് കൊടുത്താൽ മതി. വിൽപ്പനയ്ക്കുള്ള പ്ലാന്റിന്റെ സൈസ് കാണിച്ചു തരാം. ഇതാണ് ലാവണ്ടർ കളർ. ചെറിയ ചെടിയിലാണെങ്കിലും ഇത്രയും പൂക്കളുണ്ട്. ലാവണ്ടർ, ഓറഞ്ച് കളർ, പിങ്ക്, പിന്നെ റെഡ് കളർ.
ഇതിന്റെ സ്റ്റെം നോക്കിയേ, എന്താ പെറ്റൂനിയ ചെടിയുടെ പോലെ അല്ല, കുറച്ചും കൂടി ബലമുള്ള സ്റ്റെമ്മാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു, അടുത്ത വീഡിയോ ഈ മിനി പെറ്റൂനിയുടെ സെയിൽ വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ കുറച്ചുപേര് ചോദിച്ചിരുന്നു ഇങ്ങനെ നാടൻ പെറ്റൂനിയ പോലെയാണ് എന്നൊക്കെ. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രത്യേകം ഞാൻ എടുത്ത് കാണിക്കുന്നത്. നാടൻ പെറ്റൂനിയ പോലത്തെ തണ്ടല്ല, ഇതിന്റെ കുറച്ചും കൂടി ബലമുള്ള തണ്ടാണ്. ചെറിയ തണ്ട്, ചെറിയ ഇലകളൊക്കെ ആണെങ്കിലും നാടൻ പെറ്റൂനിയ പോലെയുള്ള തണ്ടല്ല, നല്ല ബലമുള്ള തണ്ടാണ്. ഈ വലുപ്പത്തിലുള്ള ചെടി വിൽക്കുന്നത് 80 രൂപയ്ക്കാണ്, 80 റുപ്പീസ്. പ്ലാന്റ് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക. DTDC കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാന്റ് അയച്ചു കൊടുക്കുന്നത്. നേരിട്ട് വന്നെടുക്കാൻ പറ്റുന്നവർക്ക് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി പുതിയ റോഡാണ് ഞങ്ങളുടെ നഴ്സറി. നേരിട്ട് വന്ന് പ്ലാന്റ് എടുക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.